അപ്പൊ അവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഫംഗ്ഷൻ നമുക്ക് മിസ് ചെയ്യാതെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ലൈവ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് സഹല ആൻഡ് അഫ്സലുടെ വെഡിങ് റിസപ്ഷന് വേണ്ടിയിട്ടാണ്. കേക്കിന്റെ മധുരം പോലെ തന്നെ ഇവരുടെ ജീവിതവും മധുരമേറിയതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിവരെ കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്യാം. I request our beautiful bride Sahala and handsome groom Afsal to cut the cake and share it as their talk. അപ്പോൾ ദാ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോ ബൂത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ട്രീസ് അവൻസ് ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് സ്റ്റേജ് ആൻഡ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഗ്യാതറിങ്സ് ആണ്. ഫോർ ആങ്കറിംഗ് സർവീസ് പ്ലീസ് കോൺടാക്ട് വിത്ത് ദിസ് നമ്പർ. അപ്പോൾ ഇവിടെ നോട്ടുപറവിലാണ് പ്ലേസ്. സണ്ണി കൺവെൻഷൻ സെന്റർ ആണ്. സോ ഇതൊരു നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഹോളാണ്. നമുക്ക് വെഡിങ് റിസപ്ഷൻസും എല്ലാം എവറിത്തിങ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോളാണ്. വളരെ അടിപൊളിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ട് ആൻഡ് സ്പോട്സ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് കാണാൻ വളരെ നന്നായിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് സണ്ണി കൺവെൻഷൻ സെന്റർ നോട്ടുപറവിലാണുള്ളത്. നമ്മോടൊപ്പം ഉള്ളത് ജനറൽ മാനേജർ ജിത്ത് ആന്റണിയാണ്. സോ സർ, പ്ലീസ് ഇൻട്രൊഡ്യൂസ് റിഗാർഡിംഗ് ദ ഹാൾ. നമ്മളിവിടെ നോർത്ത് പറവൂര് സ്ഥിതി ചെയ്യുന്ന പറവൂരിൽ വെച്ചിട്ട് ഏറ്റവും സ്പേസ് ആയിട്ടുള്ള കൺവെൻഷൻ സെന്റർ ആണ്. അതിൽ അറ്റ് എ ടൈമിൽ 3000 പേരുടെ പരിപാടി നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 2 ഹോളായിട്ട് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗാലറി ഹോൾ മുകളിൽ താഴെ ഡൈനിങ് ഹോളായിട്ട് സെപ്പറേഷൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കത് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ലിഫ്റ്റ് സൗകര്യം സ്റ്റെയർസും ഉണ്ട്. ലിഫ്റ്റ് പർപ്പസ് നമുക്ക് 2 പർപ്പസ് ഉണ്ട്. സർവീസ് ലിഫ്റ്റും അവൈലബിൾ ആണ്. നമുക്ക് അടിയിൽ മാത്രം ഡൈനിങ് മാത്രം 15 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. അതിന് അറ്റ് എ ടൈം 500 നമ്മളവിടെ. പിന്നെ നമുക്ക് ഡൈനിങ് എന്ന് പറയുന്നത് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവും. നമ്മൾ മുകളിൽ നടക്കുന്ന ഇവന്റിന്റെ ലൈവായിട്ട് നമുക്ക് താഴെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പൊ അവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഫംഗ്ഷൻ നമുക്ക് മിസ് ചെയ്യാതെ തന്നെ അവർക്കത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ലൈവ് മ്യൂസിക്കിന് വേണ്ട സൗണ്ട് സിസ്റ്റം, ഒരു ബേസിക് സൗണ്ട് ലൈറ്റ് മ്യൂസിക് സൗണ്ട് സിസ്റ്റം നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് നൽകുന്നുണ്ട്. അത് നമുക്ക് മുകളിലും അടിയിലും ഒരുമിച്ച് ഒരേപോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരുന്നത്. സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേറ്റ്. അപ്പൊ ഒരുവിധ കസ്റ്റമേഴ്സിന് വേണ്ട ചെറുകിട മിക്കാവ് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും സർവീസും നമ്മൾ വേറെ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഡൈനിങ്ങിന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ലൈവ് റൈറ്റ് സൈഡിൽ ഫുള്ളി ലൈവുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കിൽ ചെറിയൊരു കിച്ചൺ ഏരിയ തന്നെ നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ സ്പേസസ് ആയിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. അറ്റ് എ ടൈമിൽ 2 പാർക്കിംഗ് സോൺസ് ഉണ്ട്. ഫസ്റ്റ് പാർക്കിങ്ങിൽ 170 കാർസ്, ഓപ്പോസിറ്റ് സൈഡിൽ 17 കാർസ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ അത്യാവശ്യം കാറുകൾ നമുക്ക് ഇവിടെ തന്നെ പാർക്കിംഗ് സോൺ ഉണ്ട്. പിന്നെ നമ്മൾ മുകളിലേക്ക് വരികയാണ്. ഗാദറിംഗ് ഹോളിലാണ് ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ഗാദറിംഗ് ഹോൾ. നമുക്ക് ഇതിൽ വരുന്നത് 1500 വരെ കപ്പാസിറ്റിയാണ് വരുന്നത്. അതിൽ നമുക്ക് ഫുള്ളി എയർ കണ്ടീഷൻ ആണ് മൊത്തം. പിന്നെ നമുക്ക് ലോബി ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ ഫോട്ടോ ഷൂട്ട് നടത്താനായിട്ടുള്ള ഒരു ഹോള് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഫംഗ്ഷൻ നമുക്ക് സാധനം എന്തെങ്കിലും സർവീസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് കോംപ്ലിമെന്റ് നമുക്ക് കിട്ടുന്നത് 2 ഗ്രീൻ റൂംസ് ഉണ്ടാവും. എയർ കണ്ടീഷൻ ഗ്രീൻ റൂം അത് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് കരുതുന്നതാണ്. പിന്നെ നമുക്ക് ഗസ്റ്റുകൾക്ക് വേണ്ടി 2 സെപ്പറേറ്റഡ് പെയ്ഡ് റൂംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എയർ കണ്ടീഷനുള്ള റൂം തന്നെയാണ്. അതിന് നമുക്ക് വല്ല പർപ്പസോ അല്ലെങ്കിൽ ഗസ്റ്റുകൾക്ക് ആരെങ്കിലും സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ടൈമൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൂം നമുക്ക് ടേബിൾ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഹോളിനെ വേണ്ടിയിട്ടുള്ളതും. എല്ലാവർക്കും 2 ഫാമിലിയുടെയും പേരിലുള്ള ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം സ്വാഗതം.